ഹലോ ആർമീസേ. അപ്പോൾ മിലാൻ ഫാഷൻ വീക്ക് അറ്റൻഡ് ചെയ്യാൻ പോയ ജിമിൻ അവിടുന്ന് വ്യൂവേഴ്സിൽ ഇന്ന് ലൈവ് വന്നിരുന്നു. അവിടുത്തെ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം ജിമിൻ 2 പ്രാവശ്യമായിട്ടാണ് ആ ഒരു ലൈവ് വന്നിരുന്നത്. നെറ്റ്വർക്ക് ഇഷ്യൂ മാത്രമല്ല, ജിമ്മിൻ്റെ ഫോണിൽ ചാർജും ഇല്ലാത്ത കാരണം കുറച്ച് നേരം മാത്രം വന്നിരുന്നു. ഈ ഒരു ലൈവിൻ്റെ മലയാള എക്സ്പ്ലനേഷനാണ് ഞാൻ ചെയ്യാൻ പോണത്. ഇനി ഒരു ലൈവിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ജിമ്മിനെ കണ്ടാൽ തന്നെ നമുക്കറിയാം അവിടെ ഫാഷൻ വീക്കിനെ അറ്റൻഡ് ചെയ്ത അതേ ഒരു കോലത്തിലാണ് ജിമ്മിൻ വന്ന് ലൈവിനിരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ജിമ്മിൻ ആർമീസിനോട് ഹായ് പറഞ്ഞിട്ടാണ് ഈ ഒരു മൊബൈൽ വല്ലാതെ പൊക്കത്തിലല്ല സെറ്റ് ചെയ്തതെന്ന് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ജിമ്മിൻ അവിടെ പോയിട്ട് ആ ഒരു മൊബൈൽ കുറച്ച് പൊക്കത്തിൽ സെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ആർമീസിനോട് ഹായ് പറഞ്ഞിട്ട് ഒരുപാട് ടൈമായി ലൈവ് വന്നിട്ട്, നിങ്ങളെ കണ്ടിട്ട് ഒരുപാട് ടൈമായി, ഞാൻ നിങ്ങളെ മിസ് ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ആർമീസ് മിസ് ചെയ്തിട്ടുണ്ട് പറയുമ്പോൾ ശരിയാണ്, കുറേ ടൈം എടുത്തു ഞാൻ ലൈവ് വരാൻ, ഒരുപാട് പണികളുണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ ഒരു ബിസിയിലായിരുന്നു എന്ന് ജിമ്മിൻ പറയുന്നുണ്ട്. പിന്നെ 2 വർഷത്തിന് ശേഷമുള്ള തൻ്റെ ഒഫീഷ്യൽ ഷെഡ്യൂളായിരുന്നു ഇത്. അതിൻ്റേതായ ഒരു നെർവസ്നെസ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ 2 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരികയല്ലേ, അപ്പോൾ ആ ഒരു ഒഫീഷ്യൽ ഷെഡ്യൂളിന് ഞാൻ വരുന്ന ആ ഒരു ഇത് നിങ്ങൾക്കൊന്ന് സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ബ്രേക്ക് എടുത്തതെന്ന് ജിമിൻ പറയുന്നുണ്ട്. അതേപോലെ ആർമീസ് മിസ് ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ ജിമിൻ, ഞാൻ നിങ്ങളെയും മിസ് ചെയ്തിരുന്നു, പക്ഷെ നിങ്ങളെ മുന്നിലേക്ക് എങ്ങനെ ഇപ്പോൾ പ്രോപ്പറായിട്ട് വരാം, എപ്പോൾ വരാം എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഈ ഒരു ഇവൻറ്റ്, ഇത് ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത്, അപ്പോൾ ഈ ഒരു ഇവൻറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരുന്നതല്ലേ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര വെയിറ്റ് ചെയ്തതെന്ന് ജിമിൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഷോ കഴിഞ്ഞ ഉടനെ ഞാൻ നിങ്ങളോട് വന്നിട്ട് ഹായ് പറയുകയാണെന്ന് ജിമിൻ പറയുന്നുണ്ട്. പിന്നെ ആർമീസ് ജിമിനോട് ഇപ്പോൾ എങ്ങനെയുണ്ട് സുഖമല്ലേന്ന് ചോദിക്കുമ്പോൾ ജിമിൻ, എനിക്കെന്താ, ഞാൻ സുഖമായിട്ടിരിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ടൈം ഗ്യാപ്പിനിടയിൽ വന്ന് ഒരു ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ നെർവസ്നെസ് ഉണ്ടായിരുന്നു. പിന്നെ പ്രസ്സിനൊക്കെ കാണുകയല്ല, അതേപോലെ തന്നെ ഫാൻസിനെ കാണുക, അപ്പോൾ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ എൻജോയ് ചെയ്തു. അതേപോലെ തന്നെ ഇവിടുത്തെ ഷോയും അതേപോലെ എല്ലാ ഡ്രസ്സുകളും എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്തു എന്ന് ജിമ്മിൻ പറയുന്നുണ്ട്. പിന്നെ ജിമ്മിൻ, ഞാൻ വല്ലാതൊന്നും ചെയ്തിട്ടില്ല, എന്നാൽ നിങ്ങളെല്ലാവരും ഷോയ്ക്ക് വന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്ന് ആർമീസിനോട് പറയുന്നുണ്ട്. അതേപോലെ തന്നെ പുറത്ത് കാലാവസ്ഥ വല്ലാതെ ചൂടില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ആർമി ടയേർഡാണോ എന്ന് ചോദിക്കുമ്പോൾ ജിമ്മിൻ, ഞാൻ ടയേർഡല്ല, അങ്ങനെ ടയേർഡൊന്നും അല്ല. അതേപോലെ തന്നെ വേറൊരു ആർമി എങ്ങനെ ഇത് എൻജോയ് ചെയ്തോന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ ഞാൻ എൻജോയ് ചെയ്തു. പിന്നെ കുറച്ച് സമയത്തിന് ശേഷം ഇങ്ങനെ വന്നിട്ട് ഹെയർ ചെയ്യുക, മേക്കപ്പ് ചെയ്യുക, പിന്നെ ഈ ഡ്രസ്സ് ചെയ്യുക, അതൊക്കെ ചെയ്തപ്പോൾ ഞാൻ കുറച്ച് എൻജോയ് ചെയ്തു എന്ന് ജിമിൻ പറയുന്നുണ്ട്. പിന്നെ ജിമിൻ ആർമീസിനോട് തൻ്റെ ഡ്രസ്സ് ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അവിടെ നെറ്റ്വർക്കിൻ്റെ കണക്ഷൻ പ്രോബ്ലം കാരണം അങ്ങനെ സ്റ്റക്കായിട്ടും വന്നിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ എല്ലാം നന്നായിട്ട് പോയി. അതുപോലെ ഒരു ആർമി അവിടെ എത്ര സമയം ചോദിക്കുമ്പോൾ അവിടെ വൈകുന്നേരം 5 മണിയാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ ആർമീസ് ജിമ്മിൻ്റെ ഡ്രസ്സുകളൊക്കെ രസമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ജിമിൻ പറയുന്നുണ്ട്, എനിക്ക് പ്രിപ്പയർ ചെയ്ത ഡ്രസ്സുകളൊക്കെ രസമുണ്ടായിരുന്നു, ഇന്ന് ഞാനിട്ട ഡ്രസ്സും രസമുണ്ടായിരുന്നു, ജിമിനും അത് ഇഷ്ടമായെന്ന് ജിമിൻ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ കാണുമ്പോൾ ഇവിടെ വൈഫൈക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് ജിമിൻ പറയുന്നുണ്ട്. അതേപോലെ ആർമീൻ്റെ കമൻറ്റിന് ഉത്തരമായിട്ട്, എനിക്ക് നിങ്ങളെ കുറേ ആയിട്ട് കാണണമെന്നുണ്ടായിരുന്നു, നിങ്ങളടുത്ത് വരണം എന്നുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുമ്പോൾ ഫുഡ് കഴിച്ചിട്ടില്ല, ഞാനിനി ആർമീസിനെ കണ്ടിട്ട് ഇത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചതെന്ന് ജിമിൻ പറയുന്നുണ്ട്. പിന്നെ ജിമിൻ എന്താ ചോദിക്കുമ്പോൾ അദ്ദേഹം ഇപ്പോൾ അടുത്ത് BTS വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൽബത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. അവരതിൽ വർക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഓരോരോ മെമ്പേഴ്സിൻ്റെയും അഭിപ്രായങ്ങൾ നോക്കിയിട്ടാണ് ആൽബം ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആർമീസായിട്ട് ജിമിൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. പെട്ടെന്ന് ആ ഒരു ലൈവ് ഡിസ്കണക്റ്റ് ആയി പോവുകയാണ്. പിന്നെ വീണ്ടും ജിമിൻ ലൈവ് വരികയാണ്. പിന്നെ ജിമിനെ ലൈവ് കാണുമ്പോൾ ജിമിൻ അവിടെയുള്ള സ്റ്റാഫിനോട് അവിടുത്തെ ഇൻ്റർനെറ്റിൻ്റെ ആ ഒരു ഇഷ്യൂ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്റ്റാഫ് പറഞ്ഞ അനുസരിച്ചിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ട് ജിമിൻ പിന്നെ ലൈവ് തുടരുകയാണ്. എന്നിട്ട് ജിമിൻ ആർമീസിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെ വന്നാൽ മതിയോ, ഈ ഒരു വൈഫൈ സെറ്റിലാണോ, ഇങ്ങനെ തന്നെ വന്നാൽ മതിയോ എന്നുള്ള അഭിപ്രായം ജിമിൻ ആർമീസിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആർമീസ് ഇത് ഓക്കെയാണെന്ന് പറയുമ്പോൾ ജിമിൻ എന്നാൽ ഓക്കെ എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ആർമി കോൺസേർട്സിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ജിമിൻ പറയുന്നുണ്ട്, ഇപ്പോൾ ഞങ്ങൾ കോൺസേർട്സിലൊന്നും നോക്കണില്ല, ഇപ്പോൾ ആൽബം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. പിന്നെ ആർമീൻ്റെ കമൻറ്റിന് ഉത്തരമായിട്ട് ജിമിൻ, ഞാൻ ഡയറ്റിലും ആയിരുന്നു, റണ്ണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ വീണ്ടും ആർമീസിൻ്റെ കമൻറ്റിന് ഉത്തരമായിട്ട് BTSൻ്റെ തിരിച്ചുവരവിനുള്ള ടൈമായി, അപ്പോൾ ഞങ്ങൾ ആൽബത്തിൻ്റെ പ്രിപ്പയറിങ്ങിലാണ്, ഞാൻ ഒരുപാട് പറഞ്ഞ് സ്പോയിൽ ചെയ്യണില്ല, പറയാനുള്ളതൊക്കെ ഞാനിപ്പോൾ ചുരുക്കി നിൽക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആൽബം ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളൊക്കെ വീണ്ടും കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ മിലിറ്ററി സർവീസൊക്കെ കഴിഞ്ഞ കാരണം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇടയ്ക്ക് വരാല്ലാത്തതുകൊണ്ട് ഇനി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങളെ ഇതൊക്കെ ഉണ്ടായിരിക്കും, അടുത്ത വർഷം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ജിമിൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളെ മുന്നിൽ എൻ്റെ നല്ല രൂപങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതെന്ന് ജിമിൻ പറയുന്നുണ്ട്. പിന്നെ ജിമിൻ ഓരോരോ കമൻറ്റുകളായിട്ട് ഇങ്ങനെ വായിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു ആൽബം വരുമ്പോൾ നിങ്ങളൊരു റിയാക്ഷൻ എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് കാണാൻ ഭയങ്കര ക്യൂരിയസ് ആണ് ഞാനെന്ന് ജിമിൻ പറയുന്നുണ്ട്. പിന്നെ ജിമിൻ ആർമീസിനോട് ഓരോന്ന് ഷെയർ ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, എൻ്റെ നല്ല സൈഡുകൾ മാത്രം നിങ്ങളെ കാണിക്കില്ലെന്നല്ല, എൻ്റെ ചീത്തവശങ്ങൾ നിങ്ങളെ കാണിക്കാം, എന്നാലും നിങ്ങളെ മുന്നിൽ എൻ്റെ നല്ല വശങ്ങൾ കാണിക്കാൻ ഞാൻ ശ്രമിക്കും. അതേപോലെ തന്നെ നല്ലൊരാളായിട്ട് വളരുക എന്നുള്ളതും നല്ല ജീവിതം ജീവിക്കുക എന്നുള്ളതും അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല എന്നുള്ളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ജിമിൻ പറയുന്നുണ്ട്.
പിന്നെ വീണ്ടും അടുത്ത് ഇൻ്റർനെറ്റിൻ്റെ പ്രോബ്ലം കൊണ്ട് കണക്ഷൻ വന്നും പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ജിമിൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ ഒരു ആർമി കമൻറ്റ് ഇട്ടതിന് ഇനി നല്ല രീതിക്ക് ജീവിച്ചാൽ മതിയല്ലോ, ഇനി മുതൽ നല്ല രീതിക്ക് വരണം, വലിയൊരാളാവണത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല, വലിയൊരാളായി അഭിനയിക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ, വലിയൊരാളായി അഭിനയിക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ എന്നൊക്കെ ജിമിൻ പറയുന്നുണ്ട്. എന്തായാലും ഇനി തൊട്ട് ഞാൻ നല്ലതിൽ ജീവിക്കും, എൻ്റെ നല്ല സൈഡുകൾ മാത്രം കാണിക്കാൻ ഞാൻ ശ്രമിക്കും. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് കുറച്ചായിട്ട് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ജിമിൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സോളോ ആൽബത്തിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിമിൻ പറയുന്നുണ്ട്, ഇപ്പോൾ BTS ഞങ്ങളെ ഗ്രൂപ്പായിട്ടുള്ള ആൽബം വരികയാണ്, അതാണ് എൻ്റെ പ്രയോറിറ്റി, അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും ഇനി സോളോ കാര്യങ്ങളൊക്കെ ചിന്തിക്കുള്ളൂ. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഷെഡ്യൂൾ എടുത്ത് കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ കൊറിയയ്ക്ക് പെട്ടെന്ന് നാളെ തന്നെ തിരിച്ചു പോകുന്നുണ്ടാവും. അവിടെ പോയിട്ട് ഞാൻ വീണ്ടും നിങ്ങളെ കാണാൻ ലൈവ് വരേണ്ടതെന്ന് ജിമിൻ പറയുന്നുണ്ട്. ആ സമയത്ത് ജിമിൻ്റെ ഫോണിൽ 2% മാത്രമേ ബാറ്ററി ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ആ കാര്യം ജിമിൻ ആർമീസായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈവ് ചിലപ്പോൾ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആകുമ്പോൾ അങ്ങനെ നാച്ചുറലി ഓഫായി പോകുമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഇനി ലൈവ് വരികയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ വീട്ടിൽ നിന്ന് വരുന്നുണ്ട്, അങ്ങനെ ഞാൻ വരാറില്ല വീട്ടിൽ നിന്ന്, എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ലൈവ് വരേണ്ടതെന്ന് ജിമിൻ പറയുന്നുണ്ട്. പിന്നെ തൻ്റെ ഫോണിൽ 1% മാത്രമേ ചാർജ് ഉള്ളൂ എന്ന് ജിമിൻ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ചിലപ്പോൾ ഈ ലൈവ് ഇങ്ങനെ തന്നെ എൻഡ് ചെയ്യേണ്ടായിരിക്കും. അതിൽ ആർമി ജിമിനോട് ഹെൽത്തി ആയിട്ടിരിക്കാൻ അതിൻ്റെ ഇടയ്ക്ക് പറയുമ്പോൾ ജിമിൻ പറയുന്നുണ്ട്, നിങ്ങൾ ഹെൽത്തി ആയിരിക്കുമോ, എനിക്ക് അതാണ് സന്തോഷം. അപ്പോൾ എല്ലാവരും കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്, പിന്നെ ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ലൈവ് ഓഫായി പോവാണ്.